ഏട്ടൻ കടയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങിയിട്ട് വരികയാണ് കൂട്ടാൻ വയ്ക്കാൻ. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വലിയ മുരിങ്ങക്കായ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, വലിയ വഴുതനങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് ഒരു സിമ്പിളായൊരു ഒഴിച്ച് കറിയാണ് കേട്ടോ. എങ്ങനെയാണ് വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. വലിയ അടിക്കാൻ കൊണ്ടുവന്നാണ്. മൂത്തില്ല കേട്ടോ, വലിയ മുരിങ്ങക്കായാണ്, തീരെ മൂത്തില്ല. മൂക്കാണ്ടാണ് ഇത്ര വണ്ണം വെച്ചത്. അറിയില്ല, വലിയ ആവണം തോന്നുന്നു. ഇതൊരു മഴക്കാറ്. അതിന് കേടൊന്നുമില്ല കേട്ടോ. ആ പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല. പറയുന്നത് നമുക്ക് കറി വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് വൈകിട്ടാ. ഇതിലേക്ക് 3 വഴുതനങ്ങ, രണ്ട് മുരിങ്ങക്കായ്, രണ്ടും കൂടി നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. എന്താ കഷ്ണം വലുപ്പോ. വഴണ്ട് വന്നു കേട്ടാ. തീ കുറച്ച് വയ്ക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 3 നല്ല പുളിയുള്ള തക്കാളി ഇട്ടാ. നല്ല പുളിയുള്ള, നല്ല പുളിയും വേണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അടച്ച് വെച്ച് വേകട്ടെ കേട്ടോ. അപ്പോഴേക്ക് തേങ്ങ അരച്ചിട്ട് വരാം. ചെറിയൊരു മുറി തേങ്ങ, 2 ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നന്നായി അരച്ചിട്ട് വരാം. കഷ്ണങ്ങൾ എന്താ നോക്കാം. കഷ്ണം വെന്തൂട്ടാ. ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. കുറച്ചും കൂടി ചാറുകയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ളു ഉലുവാപ്പൊടി ഇട്ടാ, വറുത്ത് പൊടിച്ചത്. ഒന്ന് തിളക്കട്ടെ. കറി തിളച്ചുട്ടാ. ഓഫാക്കുക. ഈ താളിച്ചൊഴിക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവട്ടെ. കടുകിട്ട് കൊടുക്കുക. 5-6 ചെറിയ ഉള്ളി, ഒരു 2 കറിവേപ്പില, ഒരു വറ്റൽ മുളക്. ഉള്ളി നന്നായി മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വന്നു.
ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ഇട്ടാ ഓഫാക്കാം. സൂപ്പർ കറി ഉണ്ടത്. ഇതുപോലെ വെക്കാത്തവരെന്ന് വെച്ചാൽ അടിപൊളിയാണ്. സിമ്പിളായ ഒഴിച്ച് കറി. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ മതി ഇട്ടാ. സൂപ്പർ ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങ് വെളുപ്പമായിട്ട് വെക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിൻ്റെയാണ് കണ്ടത്. 2 സവാള നീളത്തിലരിഞ്ഞു. നല്ല നീളത്തിലരിഞ്ഞിട്ടാട്ടെ. അച്ഛന് ഓരോ സമയത്ത് ഓരോ മൂടാണ്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും. നല്ല സ്ലൈസാക്കി അരിഞ്ഞിരിക്കണം. 3 വലിയ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. അതും നീളത്തിൽ ഫ്രഞ്ച് ഫ്രൈസ് പോലെ. അതെ അതെ. ഇതിൻ്റെ എയർ ഫ്രയറിലിട്ട ഫ്രഞ്ച് ഫ്രൈസ് ആയി. കുറച്ച് മഞ്ഞപ്പൊടി. ഇന്ന് ഒന്നിച്ച് സ്കൂളിലാണ്. അതെ അതെ. മുളക് പൊടി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. അടച്ച് വെച്ചിട്ട് വേവിക്കട്ടെ. അടച്ച് വയ്ക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടാണ്. അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. 3 മിനിറ്റ്. ഉപ്പേരി റെഡിയായി. അല്ല, മെഴുക്കുവരട്ടി റെഡിയായി. എല്ലാം ഉപ്പേരിയാണ് നമുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചോറാകട്ടെ കേട്ടോ ഏട്ടനെ. നമുക്ക് കഴിക്കാൻ സേമിയ ഉപ്മാവാണ് കേട്ടോ. സൂപ്പർ സേമിയ ഉപ്മാവാണ്. നൂഡിൽസ് ഉപ്മാവ്. നൂഡിൽസ് ഉപ്മാവ്. പൂച്ചക്കുട്ടി അപ്പുറത്തേക്ക് ചാടുകയാണ് കേട്ടോ. അതിൻ്റെ അമ്മ മുകളിൽ നിൽക്കുന്നുണ്ട്. കയറുക താഴത്ത് വീഴുക. കണ്ട നല്ല രസമാണ്. അപ്പോൾ ഉണ്ണി വീഡിയോ എടുത്താണ് കേട്ടോ. മരം കയറി പഠിക്കുക. അതാ വീണു. അപ്പുറത്തുണ്ട് ഒരു കുട്ടി തോന്നുന്നു. റോട്ടിൽ നിറയെ വെള്ളമാണ്. വെള്ളത്തിൽ കൂടെ പോകാൻ വയ്യാണ്ട്. വെള്ളത്തിൽ നല്ല തണുപ്പല്ലേ. അതങ്ങോട്ട് ചാടി അമ്മ. അതന്നെ. നിറയെ പൂച്ചയുണ്ട് ഇവിടെ. നിറച്ചും പൂച്ചയുണ്ട്. ഇതിനെക്കൊണ്ട് സ്വരക്കേടായി കൊണ്ട് നിൽക്കണേ. റോഡിൽ നിറയെ വെള്ളമാണ് മഴയത്ത്. ഓടി കളിക്കുന്നു. നല്ല രസമാണ് പൂച്ചക്കുട്ടികൾ. പക്ഷെ പേടിയാണ് കേട്ടോ ഇവിടെ. ഞങ്ങൾ തൊടില്ല. വളർത്തണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ പേടി. മാന്തോ പറഞ്ഞിട്ടേ അങ്ങോട്ടും കൂടെ ഓടി കളിക്കണം. കണ്ടപ്പോൾ ഒരു രസം. നമ്മൾ ഊണ് കഴിക്കട്ടേട്ടാ. ഈ കറി വെക്കാത്തവരെന്ന് വെച്ച് നോക്ക്. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഉച്ചയായപ്പോൾ മുട്ട വറുത്തു കേട്ടോ. ഞാൻ ഉണ്ണി ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഊണ് വെച്ചിക്ക് ഊണ്. അപ്പോൾ ഞങ്ങൾ ഉണ്ണട്ടെ. ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. മിസ് യു.